പാറശാല ഷാരോൺ വധക്കേസിൽ പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ. പ്രായത്തിന്റെ ആനുകൂല്യം നൽകാൻ കഴിയില്ലെന്ന് വിചാരണ കോടതി വ്യക്തമാക്കി. തെളിവ് നശിപ്പിച്ചതിന് അമ്മാവൻ നിർമ്മലകുമാരൻ നായർക്ക് 3 വർഷം തടവും കോടതി വിധിച്ചു. ഗ്രീഷ്മയ്ക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നും പ്രതി സമർത്ഥമായി കുറ്റകൃത്യം നടത്തിയെന്നും നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ചൂണ്ടിക്കാട്ടി. ആത്മാർത്ഥമായി സ്നേഹിച്ച ഷാരോണിനോട് ഗ്രീഷ്മ കാട്ടിയത് അതിക്രൂരമായ വിശ്വാസവഞ്ചനയാണെന്നും കോടതി അഭിപ്രായപ്പെട്ടു. ഗ്രീഷ്മ ഷാരോണിനെ ആസൂത്രിതമായി കൊന്നതാണെന്ന് കണ്ടെത്തിയാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചത്. ഉത്തരവിൽ ഗ്രീഷ്മയുടെ ക്രൂരതകൾ ജഡ്ജി എണ്ണിപ്പറഞ്ഞു. ഗ്രീഷ്മയ്ക്കും ഷാരോണിനും ഒരേ പ്രായമാണെന്നും പ്രായത്തിന്റെ ഇളവ് ഗ്രീഷ്മയ്ക്ക് നൽകാനാകില്ലെന്നും കോടതി നിരീക്ഷിച്ചു. പ്രണയത്തിന്റെ അടിമയായി മാറിയ ഷാരോണിനെ പ്രകോപനമില്ലാതെയാണ് ഗ്രീഷ്മ കൊന്നത്. ഗാഢമായ സ്നേഹബന്ധം തുടരുമ്പോഴും ഷാരോണിനെ കൊലപ്പെടുത്താൻ ഗ്രീഷ്മ ശ്രമിച്ചു. കുറ്റം ചെയ്തിട്ടും അവസാനം വരെ പിടിച്ചു നിൽക്കാൻ ഗ്രീഷ്മ ശ്രമിച്ചു. ഗ്രീഷ്മയുടെ ആ കൗശലം വിജയിച്ചില്ല. മുൻപ് കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന ഗ്രീഷ്മയുടെ വാദവും കോടതി തള്ളി. ആദ്യം ജ്യൂസ് ചലഞ്ചിലൂടെ ഷാരോണിനെ കൊല്ലാൻ ശ്രമിച്ചു. അതിനുശേഷം കൊലപാതകം നടത്തി. ജീവപര്യന്തം ശിക്ഷ നൽകാവുന്ന കുറ്റം ചെയ്ത പ്രതി നേരത്തെ കുറ്റകൃത്യം ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അത് തെറ്റാണ്. സ്ലോ പോയ്സണിംഗ് ആണ് ഗ്രീഷ്മ ലക്ഷ്യം വെച്ചതെന്നും കോടതി നിരീക്ഷിച്ചു. കേസിനിടെ ഗ്രീഷ്മ ജയിലിൽ നടത്തിയത് വ്യാജ ആത്മഹത്യാ ശ്രമമാണെന്നും കേസ് വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണെന്നും നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് ജഡ്ജ് AM ബഷീർ നിരീക്ഷിച്ചു. കേസിലെ 1-ാം പ്രതിയായ ഗ്രീഷ്മയ്ക്കെതിരെ കൊലപാതകത്തിനു വേണ്ടി തട്ടിക്കൊണ്ടുപോകൽ, ജീവന് ഹാനിയുണ്ടാക്കുന്ന രീതിയിൽ വിഷം കൊടുക്കുക, പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കൽ എന്നീ കുറ്റങ്ങളും തെളിഞ്ഞിരുന്നു. സമർത്ഥവും ക്രൂരവുമായി കുറ്റകൃത്യം ചെയ്ത പ്രതിക്ക് പരമാവധി ശിക്ഷയായ വധശിക്ഷ നൽകുന്നതിനെ നിയമം എതിർക്കുന്നില്ലെന്ന് പറഞ്ഞാണ് 24 വയസ്സുകാരിയായ ഗ്രീഷ്മയ്ക്ക് കോടതി വധശിക്ഷ വിധിച്ചത്. തെളിവ് നശിപ്പിച്ചതിന് കേസിലെ 3-ാം പ്രതിയും ഗ്രീഷ്മയുടെ അമ്മാവനുമായ നിർമ്മലകുമാരൻ നായർക്ക് 3 വർഷം തടവും കോടതി വിധിച്ചു. കേസിലെ 2-ാം പ്രതിയായ ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെ കോടതി നേരത്തെ വെറുതെ വിട്ടിരുന്നു. 24 തിരുവനന്തപുരം.